അതെ, നമ്മളിന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനില. എന്തിനെന്നറിയോ? നമ്മളൊരു ട്രിപ്പ് പോവാ. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ എപ്പോഴും പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാറുള്ളൂ അല്ലെ. ഒരുപാട് മുൻപ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് നടക്കാറില്ല അല്ലെ. അപ്പൊ നമ്മൾ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പാണ്, ഫാമിലി ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്താണ്, പത്മനാഭന്റെ മണ്ണിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ അമ്മ കുറെ നാളായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു, പത്മനാഭന്റെ മണ്ണിലോട്ട് പോകണം, അല്ലെങ്കിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്ന് കാണണം എന്നൊക്കെ. അപ്പൊ ഞങ്ങളതിങ്ങനെ മാറ്റി 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 വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തില് പോവാണ്. അപ്പൊ നമ്മള് ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക്, ജാനിക്കുട്ടിക്ക് ഇത് ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ, പക്ഷെ കുട്ടന് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും ട്രെയിന് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കയറി പോവാം. അപ്പൊ നമ്മൾ അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് നേരെ റൂമിലോട്ടാണ് പോകുന്നത്. നല്ല വിശപ്പുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, കാരണം ട്രെയിനിൽ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനി നേരെ റൂമിലോട്ട് പോയി അവിടെ നിന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. അപ്പൊ എന്തായാലും പോവാം. ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഓട്ടോയ്ക്ക് ടോക്കൺ എടുക്കണം എന്ന് പറഞ്ഞു, ഓട്ടോ വിളിക്കണമെങ്കിൽ. അപ്പൊ ടോക്കൺ എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്നാലും നമുക്ക് ടോക്കൺ എടുത്തിട്ട് ഓട്ടോ അടിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം. ഓക്കെ. നമ്മളിപ്പോ ഫ്രഷ് ആയി റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട്, ക്ഷേത്രത്തില് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് ഓട്ടോയില് വേണം പോകാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓട്ടോയില് അമ്പലത്തിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഞങ്ങളെ ഓട്ടോക്കാർ പറഞ്ഞത് നടന്നിട്ടുള്ള ഈ കാര്യം നടന്നിട്ട് വന്നപ്പോൾ അപ്പൊ നമ്മളിത് കുറെ നേരം കാത്തിനു ശേഷം ഒന്ന് ദർശനം കിട്ടിയതൊക്കെ വൈകുന്നേരമായി. ലൈറ്റൊക്കെ പോയി. കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതോടെ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ പറ്റി. ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി. അച്ഛനൊക്കെ പിന്നെ പതുക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്കിനി ലൈറ്റ് പോയതൊന്നും അധികം ഫോട്ടോസും അധികം വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ദർശനം അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഓണം വെക്കേഷൻ ആണ്, വെക്കേഷൻ ലാസ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട്, നല്ല തിരക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് നേരം നിന്നിട്ടൊക്കെ കിട്ടിയതും. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് സന്തോഷമായി. പ്രതീക്ഷിക്കാതെ വന്നതും നല്ലൊരു ദർശനം തന്നെ കിട്ടി. പെട്ടെന്ന് തന്നെ കാണാനും പറ്റി. കുറച്ചു നേരം നിന്നെങ്കിലും പെട്ടെന്ന് കുട്ടനൊന്ന് കരഞ്ഞത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി. അപ്പൊ നമുക്കിനി എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ നമുക്ക് ഒന്നുകൂടെ തിരുവനന്തപുരം ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങണം. കറങ്ങിയ ശേഷമാണ് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ഓക്കെ.
ഇതല്ല ബ്ലാക്ക് അപ്പൊ നമ്മൾ എന്തായാലും പത്മനാഭ സ്വാമിയെ കാണാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഒപ്പം തന്നെ നമ്മൾ ആറ്റുകാൽ ദേവീക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണ്, അതുപോലെ പഴവങ്ങാടി ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് രണ്ട് ക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോകണം. ഇന്ന് തന്നെ ആ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടികളെല്ലാം ഇന്ന് തന്നെ അവസാനിപ്പിക്കണം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ ഇനി പോകുന്നത് പഴവങ്ങാടിയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകും. പിന്നെ നാളെയാണ് നമ്മളിവിടെ കുറച്ചൊന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോട്ട് പോകാം.